ഹായ്, വെൽക്കം ടു ന്യൂമറൽ എം ഗണിത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7th സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് ചാപ്റ്ററായ പാരലൽ ലൈൻസ് അഥവാ സമാന്തര വരകളാണ്. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പെർപെൻഡിക്കുലർ ലൈൻസ് ആണ്. പെർപെൻഡിക്കുലർ ലൈൻസ് അഥവാ ലംബം. എന്താണ് ഒരു പെർപെൻഡിക്കുലർ ലൈൻ? ഒരു സ്ട്രെയിറ്റ് ലൈനിനെ വേറൊരു സ്ട്രെയിറ്റ് ലൈൻ യൂസ് ചെയ്ത് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മേക്ക് ചെയ്യുന്നതാണ് പെർപെൻഡിക്കുലർ ലൈൻ. ഒരു സ്ട്രെയിറ്റ് ലൈനെ വേറൊരു സ്ട്രെയിറ്റ് ലൈൻ ഒന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ മേക്ക് ചെയ്യുന്നതാണ് പെർപെൻഡിക്കുലർ ലൈൻ. ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം. എങ്ങനെ വരച്ചാലും ഒരു സ്ട്രെയിറ്റ് ലൈൻ വേറൊരു സ്ട്രെയിറ്റ് ലൈനെ പോയി ഹിറ്റ് ചെയ്യുമ്പോൾ മേക്ക് ചെയ്യുന്നതെല്ലാം പെർപെൻഡിക്കുലർ ലൈൻ ആവും. എങ്ങനെയാണ് നമുക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുന്നത് എന്ന് നോക്കാം. ഒരു സ്ട്രെയിറ്റ് ലൈൻ എടുക്കുന്നു. ഈ സ്ട്രെയിറ്റ് ലൈനിൽ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കാനായിട്ട് നമ്മൾ സെറ്റ് സ്ക്വയർ ആണ് യൂസ് ചെയ്യുന്നത്. ഈ ലൈനിന്റെ മേലെ നമ്മൾ സെറ്റ് സ്ക്വയർ വയ്ക്കുന്നു, സൈഡ് മാർക്ക് ചെയ്യുന്നു. ഈ രണ്ട് പോയിന്റ്സും തമ്മിൽ ജോയിൻ ചെയ്യുകയാണ്. ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടിയ ഈ ഫോർമാറ്റ് ആണ്, ഈ ഒരു പിക്ചറാണ് നമ്മൾ പെർപെൻഡിക്കുലർ ലൈൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സ്ട്രെയിറ്റ് ലൈൻസ് ജോയിൻ ചെയ്തപ്പോൾ മേക്ക് ചെയ്തതാണ് പെർപെൻഡിക്കുലർ ലൈൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, വേറൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ദാറ്റ് മീൻസ് ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഇവിടെയും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഇതും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഇവിടെയും ഒരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. എന്താണ് ഈ രണ്ട് ആംഗിൾസിന്റെയും മെഷർമെന്റ്സിനുള്ള പ്രത്യേകത എന്ന് നോക്കാം. അതിനായി നമുക്ക് പ്രൊട്രാക്ടർ യൂസ് ചെയ്ത് മെഷർ ചെയ്യാം. പ്രൊട്രാക്ടർ നമ്മൾ ലൈനിന്റെ മേലെ വെക്കുകയാണ്. വെക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവാം, ഈ ലൈനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇവിടെ നിന്നുള്ള 0 എടുക്കുന്നു, 0 to 90 ഡിഗ്രി. ദെൻ ഇവിടെയാണ് നമ്മൾ ലൈൻ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇവിടെ നിന്നുള്ള 0 to 90 ഡിഗ്രി എടുക്കുന്നു. അതായത് ഈ രണ്ട് ആംഗിൾസിന്റെയും മെഷർമെന്റ് എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ് എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, അതായത് ഈ രണ്ട് ആംഗിൾസിന്റെയും മെഷർമെന്റ് 90 ഡിഗ്രി ആണ് എന്നുള്ളതാണ് ഒരു പെർപെൻഡിക്കുലർ ലൈനിലെ ആംഗിൾസിന്റെ പ്രത്യേകത. ഓക്കെ, ഇനി പെർപെൻഡിക്കുലർ ലൈനിനെ നമുക്ക് ഷോർട്ട് ആയിട്ട് പെർപെൻഡിക്കുലർ എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, എന്തെല്ലാം നമ്മൾ പഠിച്ചത്? ഒരു സ്ട്രെയിറ്റ് ലൈനെ വേറൊരു സ്ട്രെയിറ്റ് ലൈൻ വെച്ച് ഹിറ്റ് ചെയ്യുമ്പോൾ മേക്ക് ചെയ്യുന്നതാണ് പെർപെൻഡിക്കുലർ ലൈൻസ്. പെർപെൻഡിക്കുലർ ലൈൻസ് മേക്ക് ചെയ്യുന്ന രണ്ട് ആംഗിൾസിന്റെയും മെഷർമെന്റ് എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ഓക്കെ, പെർപെൻഡിക്കുലർ ലൈനിനെ തന്നെയാണ് നമ്മൾ ലംബം എന്ന് ഉദ്ദേശിക്കുന്നത്. പെർപെൻഡിക്കുലറിനെ ഷോർട്ട് ആയിട്ട് ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായി ഡിസ്കസ് ചെയ്യുന്നത് പാരലൽ ലൈൻസ് ആണ്. പാരലൽ ലൈൻസിന് സാധാരണയായി നമ്മൾ എക്സാമ്പിൾസ് എന്ന് പറയാറുള്ളത് ഇലക്ട്രിക് ലൈൻസ് ആണ്. ഇലക്ട്രിക് ലൈൻസ് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, ഒരു ലൈൻസിന് ഒരിക്കലും മീറ്റ് ചെയ്യാത്ത രീതിയിലാണ് വേറൊരു ലൈൻ പാസ് ചെയ്ത് പോകുന്നത്. അതേപോലെ തന്നെ റെയിൽവേ ട്രാക്സിൽ ഉണ്ടാകുന്ന രണ്ട് ട്രാക്സും ഒരിക്കലും മീറ്റ് ചെയ്യാത്ത രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്ത് പോയിരിക്കുകയാണ്. ഇതാണ് പാരലൽ ലൈൻസ് നമ്മൾ എക്സാമ്പിൾ പറയാറ്. അപ്പോൾ എന്താണ് ഒരു പാരലൽ ലൈൻ? യെസ്, ഒരു സ്ട്രെയിറ്റ് ലൈൻ, ആ സ്ട്രെയിറ്റ് ലൈന് പാരലൽ ആക്കിക്കൊണ്ട് വേറൊരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ആ രണ്ട് സ്ട്രെയിറ്റ് ലൈൻസും എത്രത്തോളം എക്സ്റ്റെൻഡ് ചെയ്താലും അവർ ഒരിക്കലും മീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. വേറെ രീതി പറയുകയാണെങ്കിൽ ആ രണ്ട് സ്ട്രെയിറ്റ് ലൈൻസിന്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഈക്വൽ ആണ് എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഒരു സ്ട്രെയിറ്റ് ലൈൻ, ആ സ്ട്രെയിറ്റ് ലൈനിനെ പാരലൽ ആക്കിക്കൊണ്ട് വേറൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഈ രണ്ട് സ്ട്രെയിറ്റ് ലൈനെയും എക്സ്റ്റെൻഡ് ചെയ്താൽ എത്രത്തോളം എക്സ്റ്റെൻഡ് ചെയ്താലും ആ സ്ട്രെയിറ്റ് ലൈൻസ് ഒരിക്കലും മീറ്റ് ചെയ്യുന്നില്ല. അതാണ് പാരലൽ ലൈൻസ് അഥവാ സമാന്തര വരകൾ. അതിനോടൊപ്പം തന്നെ നമുക്ക് പറയാം, ഈ രണ്ട് പാരലൽ ലൈൻസിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എല്ലാവരുടെയും സെയിം ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ആണ് എന്നുള്ളത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഒരു പാരലൽ ലൈൻ വരയ്ക്കുക നോക്കാം. ഒരു റൂളർ യൂസ് ചെയ്ത് നമ്മൾ ഒരു ലൈൻ വരയ്ക്കുകയാണ്.
ഈ ലൈനിന് പാരലൽ ആക്കിക്കൊണ്ട് വേണം നമുക്കൊരു പാരലൽ ലൈൻ വരയ്ക്കാനായിട്ട്. അതിനായിട്ട് നമ്മൾ സെറ്റ് സ്ക്വയർ എടുക്കുന്നു. ഫിക്സ് ചെയ്യുകയാണ്. ഇനി നമ്മൾ ഈ സ്കെയിലിലൂടെ, ഈ റൂളറിലൂടെ ഈ സെറ്റ് സ്ക്വയറിനെ മാറ്റി വയ്ക്കുകയാണെങ്കിൽ, നമുക്ക് ടോപ്പിലോട്ടാണ് മാറ്റി വയ്ക്കുന്നതെങ്കിൽ അവിടെ നമുക്കൊരു ലൈൻ വരയ്ക്കാം. അതായത് ഈ ആദ്യം വരച്ച ലൈനിന് പാരലലാക്കി കൊണ്ടുള്ള ലൈൻ ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുക. അല്ല താഴോട്ടാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ താഴോട്ട് മാറ്റി വെച്ചാലും മതി. അപ്പോഴും നമുക്ക് കിട്ടുന്നത് ആദ്യം വരച്ച ലൈനിന്റെ പാരലൽ ലൈൻ ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഞാൻ മുകളിലാണ് വരയ്ക്കുന്നത്. രണ്ടും ഫിക്സ് ചെയ്തു. അതിനുശേഷം ഞാൻ സെറ്റ് സ്ക്വയറിനെ മാറ്റി വെക്കുകയാണ്. ഓക്കെ, മാറ്റി വെച്ചതിന് ശേഷം അതിലൂടെ ഒരു ലൈൻ വരച്ചു. ഇപ്പൊ നമുക്ക് കിട്ടിയ ഈ ലൈൻ എന്ന് പറയുന്നത് ആദ്യം വരച്ച ലൈനിന് പാരലൽ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതായത് ഈ രണ്ട് സ്ട്രെയിറ്റ് ലൈൻസും എക്സ്റ്റെൻഡ് ചെയ്താൽ അവർ ഒരിക്കലും മീറ്റ് ചെയ്യുന്നില്ല. അതിനോടൊപ്പം തന്നെ ഈ രണ്ട് സ്ട്രെയിറ്റ് ലൈൻസിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എല്ലാവരുടെയും സെയിം ആണ് എന്നുള്ളത് മനസ്സിലായി. ഓക്കെ, അപ്പൊ എന്താണ് ഒരു പാരലൽ ലൈൻ അഥവാ സമാന്തര വരകൾ എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി പാരലൽ ലൈനിനെ നമുക്ക് രണ്ട് സ്ട്രെയിറ്റ് ലൈൻ യൂസ് ചെയ്തുകൊണ്ട് AL എന്ന് എഴുതി കഴിഞ്ഞാൽ പാരലലിന്റെ ഷോർട്ട് ഫോം ആണ്. ഓക്കെ, എങ്ങനെയാണ് എന്താണ് ഒരു പാരലൽ ലൈൻ അഥവാ സമാന്തര വരകൾ എന്നും എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി ഈ പാരലൽ ലൈൻസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കൊരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കാനായിട്ട് സാധിക്കും. പാരലൽ ലൈൻസിന്റെ സ്പെഷ്യാലിറ്റീസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കൊരു ക്വാഡ്രിലാറ്ററൽ ഫോം ചെയ്യാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. ആ ക്വാഡ്രിലാറ്ററലിനെ നമുക്ക് ആദ്യം നെയിം ചെയ്യാം പാരലലോഗ്രാം അഥവാ സാമാന്തരികം. പേര് പോലെ തന്നെ പാരലലോഗ്രാം അഥവാ സാമാന്തരികത്തിന്റെയും ഓപ്പോസിറ്റ് സൈഡ്സ് എന്ന് പറയുന്നത് പാരലലാണ്. നിങ്ങൾക്കറിയാം ക്വാഡ്രിലാറ്ററൽ അഥവാ ചതുർഭുജം എന്ന് പറയുന്നത് 4 സൈഡ്സും 4 ആംഗിൾസും ഉള്ള ഒരു ക്ലോസ്ഡ് ഫിഗർ ആണ് എന്നുള്ളത്. അപ്പോൾ പാരലലോഗ്രാം എന്ന് പറഞ്ഞാലും 4 സൈഡ്സും 4 ആംഗിൾസും ഉള്ള ക്ലോസ്ഡ് ഫിഗർ തന്നെയാണ്. അതിനോടൊപ്പം തന്നെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്ന് പറയുന്നത് പാരലലും ഈക്വലും ആയിട്ട് വരികയും അതേപോലെ തന്നെ ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് ക്വാഡ്രിലാറ്ററലിനെ പാരലലോഗ്രാം അഥവാ സാമാന്തരികം എന്ന് വിളിക്കാം. എങ്ങനെയാണ് ഒരു പാരലലോഗ്രാം കൺസ്ട്രക്ട് ചെയ്യുക എന്ന് നോക്കാം. അതിനായി 5 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ ഉള്ള ഒരു പാരലലോഗ്രാം ആണ് ഞാൻ വരയ്ക്കുന്നത്. അതിനായിട്ട് ആദ്യം ഒരു 5 സെന്റിമീറ്റർ മെഷർമെന്റ് ഉള്ള ഒരു ലൈൻ വരയ്ക്കുകയാണ്. ഈ 5 സെന്റിമീറ്റർ മെഷർമെന്റിൽ നിന്ന് ലൈൻ വരയ്ക്കുന്നു. അതിനുശേഷം 4 സെന്റിമീറ്ററിന്റെ ആണ് എനിക്ക് നെക്സ്റ്റ് സൈഡ് വേണ്ടത്. അതിനായിട്ട് ഞാൻ പ്രൊട്രാക്ടർ യൂസ് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലും ഓപ്പോസിറ്റ് ആംഗിൾസും ഓപ്പോസിറ്റ് സൈഡ്സും ഈക്വൽ ആയിക്കൊണ്ടാണ് വരയ്ക്കുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ പ്രൊട്രാക്ടർ ലെഫ്റ്റ് സൈഡിൽ ഫിക്സ് ചെയ്യുന്നു. സ്ലാൻഡഡ് ആയിട്ടുള്ള ഒരു ഫിഗർ ആണ് പാരലലോഗ്രാം. അതുകൊണ്ട് തന്നെ സ്ലാൻഡഡ് കിട്ടാൻ 90യെക്കാട്ടിലും ചെറിയ മെഷർമെന്റ്സ് വരുന്ന ഒരു ആംഗിൾ നമുക്ക് ചൂസ് ചെയ്യാം. ഇവിടെ ഞാൻ 60 ആണ് എടുക്കുന്നത്. ഫിക്സ് ചെയ്തതിന് ശേഷം 60 ഡിഗ്രി മെഷർമെന്റ് എടുക്കുകയാണ്. റൈറ്റ് സൈഡിലാണ് ലൈൻ ഉള്ളത്. സോ റൈറ്റ് സൈഡിൽ നിന്നുള്ള 0 to 60 ഡിഗ്രി എടുക്കുന്നു. ഓക്കെ, ഇനി ജോയിൻ ചെയ്യാണ്. എനിക്ക് വേണ്ടത് 5 സെന്റിമീറ്ററും 4 സെന്റിമീറ്ററും ഉള്ള സൈഡ്സ് ഉള്ള ഒരു ക്വാഡ്രിലാറ്ററൽ ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം 4 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈൻ വരയ്ക്കുകയാണ്. ലൈൻ വരച്ചു.
ആദ്യത്തേത് 60 ഡിഗ്രി ആംഗിൾ മാർക്ക് ചെയ്തതിന് ശേഷം ആ ലൈൻ ആ രണ്ട് പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യുകയാണ് ചെയ്തത്. ഇനി എനിക്ക് വേണ്ടത് 5 സെന്റിമീറ്ററും 4 സെന്റിമീറ്ററും ആണ് സൈഡ് മെഷർമെന്റ്സ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവിടെ 4 സെന്റിമീറ്റർ മെഷർമെന്റ് എടുക്കണം. അതിനായി ഞാൻ 4 സെന്റിമീറ്റർ എടുക്കുകയാണ്. സെന്റിമീറ്റർ മെഷർമെന്റ് എടുത്തു. ഇവിടെ ഞാൻ എടുത്ത ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. ഇനി ഞാൻ റൈറ്റ് സൈഡിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. 60 ഡിഗ്രി തന്നെയാണ് എനിക്ക് റൈറ്റ് സൈഡിലും എടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഇതാണ് 5 സെന്റിമീറ്ററിന്റെ ഒരു ലൈൻ, ഇതാണ് 4 സെന്റിമീറ്ററിന്റെ ലൈൻ. ഓക്കെ, ഇവിടെ ഞാൻ 60 ഡിഗ്രി ആണ് എടുത്തത്. അതേപോലെ തന്നെ 60 ഡിഗ്രി റൈറ്റ് സൈഡിലും എടുക്കണം. ഓക്കെ, ലൈനിൽ കറക്റ്റ് ആയിട്ട് വെച്ചതിന് ശേഷം പോയിന്റ് എടുത്തു. റൈറ്റ് സൈഡിലുള്ള ലൈനാണ് ഞാൻ ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ റൈറ്റ് സൈഡിലുള്ള 0 ആണ് കൺസിഡർ ചെയ്യുന്നത്. 0 to 60 ഡിഗ്രി എടുക്കുന്നു. ദെൻ ഈ രണ്ട് പോയിന്റ്സും കൂടി ജോയിൻ ചെയ്യാണ്. ഇവിടെ എടുത്ത മെഷർമെന്റ് എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണ്. സെയിം മെഷർമെന്റ് തന്നെ ആയിരിക്കണം നമ്മൾ നെക്സ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലും എടുക്കേണ്ടത്. ഓക്കെ, അതെടുത്തു. കട്ട് ചെയ്തതിന് ശേഷം ഈ രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ്, ദാറ്റ് മീൻസ് ഈ രണ്ട് കോർണേഴ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു പിക്ചറാണ് പാരലലോഗ്രാം. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും. ആദ്യം എന്താണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്? 5 സെന്റിമീറ്ററും 4 സെന്റിമീറ്ററും മെഷർമെന്റ്സ് വരുന്ന ഒരു പാരലലോഗ്രാം ആണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. പാരലലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സൈഡ്സ് ഉള്ള ഒരു ക്ലോസ്ഡ് ഫിഗർ ആണ്. അതിന് 4 ആംഗിൾസും ഉണ്ട്. ഓക്കെ, ഒരു റെക്ടാങ്കിൾ, ഒരു ടിൽറ്റിംഗ് ആയിട്ടുള്ള ഒരു റെക്ടാങ്കിൾ ആണ് പാരലലോഗ്രാം. പാരലലോഗ്രാമിന്റെ സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലും ഈക്വലുമാണ്. ഈ രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലും ഈക്വലുമാണ്. അതിനോടൊപ്പം തന്നെ ഈ രണ്ട് ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. ഈ രണ്ട് ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആണ്. ഇതാണ് ഒരു പാരലലോഗ്രാമിന്റെ സ്പെഷ്യാലിറ്റി. ഓക്കെ, ഇനി പാരലലോഗ്രാം കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് പ്രൊസീജിയർ. അതിന് വേണ്ടിയിട്ട് 5 സെന്റിമീറ്ററും 4 സെന്റിമീറ്ററും ഉള്ള സൈഡ്സ് എടുത്തു. 5 സെന്റിമീറ്ററിന്റെ ലൈൻ നമ്മൾ റൂളർ യൂസ് ചെയ്ത് വരച്ചു. ദെൻ 60 ഡിഗ്രി പ്രൊട്രാക്ടറിൽ 60 ഡിഗ്രി എടുത്തുകൊണ്ട് നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്തു. നമുക്ക് വേണ്ടത് 4 സെന്റിമീറ്ററിന്റെ ലൈനാണ്. 4 സെന്റിമീറ്റർ സ്കെയിൽ യൂസ് ചെയ്ത് കട്ട് ചെയ്തു. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞു 60 ഡിഗ്രി ആണെങ്കിൽ ഇവിടെയും 60 ഡിഗ്രി എടുക്കണമെന്ന്. അതുകൊണ്ട് തന്നെ 60 ഡിഗ്രി മെഷർമെന്റ് പ്രൊട്രാക്ടറിൽ 60 എടുക്കുകയാണ്. പ്രൊട്രാക്ടർ നമുക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ബേസിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തത്. ബേസ് എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷം പ്രൊട്രാക്ടർ ഫിക്സ് ചെയ്ത് റൈറ്റ് സൈഡിലുള്ള എക്സ്റ്റെൻഡ് ചെയ്ത ലൈൻ കൺസിഡർ ചെയ്തുകൊണ്ട് 60 ഡിഗ്രി എടുക്കുന്നു. ഇവിടെ നമ്മൾ 60 ആണ് ആദ്യം എടുത്തത്. അതുകൊണ്ടാണ് ഇവിടെയും 60 ഡിഗ്രി എടുക്കുന്നത്. എടുത്തുകൊണ്ട് പോയിന്റ് മാർക്ക് ചെയ്തു. ഈ രണ്ട് പോയിന്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്തതിന് ശേഷം അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ് 4 സെന്റിമീറ്റർ ആയതുകൊണ്ട് ഇവിടെയും 4 സെന്റിമീറ്റർ എടുത്ത് കട്ട് ചെയ്യുന്നു. ദെൻ രണ്ട് പോയിന്റ്സും കൂടി ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടിയ ഒരു ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത് പാരലലോഗ്രാം ആണ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. ഈ രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സും ഈക്വൽ ആണ്. ആദ്യം എടുത്ത ആംഗിൾ തന്നെ ആയിരിക്കണം എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ എടുക്കുന്ന ആംഗിൾ. എങ്കിൽ മാത്രമേ കറക്റ്റ് ആയിട്ടുള്ള ടിൽറ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വാഡ്രിലാറ്ററൽ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ പാരലലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ്, ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. ഇതാണ് പാരലലോഗ്രാമിന്റെ സ്പെഷ്യാലിറ്റി.
ആയി നമ്മൾ പറയാറുള്ളത്. ഓക്കെ, അടുത്തതായി നമ്മൾ പറയുന്ന സെക്ഷൻ ട്രയാങ്കിൾ ആണ്. നമുക്ക് നോക്കാം എന്താണ്. അതിനായി ഞാനൊരു ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. ചെറിയ ക്ലാസ്സുകളിലെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഫിഗറാണിത്. 3 സൈഡ്സും 3 ആംഗിൾസുമുള്ള ഒരു ക്ലോസ്ഡ് ഫിഗറാണ് ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിന്റെ ആംഗിൾസിന്റെ സ്പെഷ്യാലിറ്റിയാണ് ഇനി നമ്മൾ നോക്കുന്നത്. അതിനായിട്ട് ഈ 3 ആംഗിൾസിന്റെയും മെഷർമെന്റ് നോക്കാം. ആദ്യമായി സെന്ററിനെ ഫസ്റ്റ് പോയിന്റിൽ ഫിക്സ് ചെയ്യുന്നു. ഇപ്പൊ നമ്മുടെ ലൈൻ വരുന്നത് റൈറ്റ് സൈഡിലാണ്. സോ റൈറ്റ് സൈഡിലുള്ള 0 കൺസിഡർ ചെയ്യുന്നു. 0 to 50 ഡിഗ്രി ആണ് ഇവിടെ വരുന്ന ലൈൻ എന്ന് പറയുന്നത്. സോ ഈ ആംഗിൾ എന്ന് പറയുന്നത് 50 ഡിഗ്രി ആണ്. ഓക്കെ, അടുത്ത ലൈൻ നോക്കാം. കോർണറിൽ ഫിക്സ് ചെയ്യുന്നു. ലൈനിൽ വെച്ചതിന് ശേഷം ഇവിടെ വരുന്ന മെഷർമെന്റ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ലൈൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് സൈഡിലുള്ള 0 കൺസിഡർ ചെയ്യുന്നു. 0 to 55 ഡിഗ്രിയാണ് നമ്മുടെ ആംഗിൾ വരുന്നത്. ഓക്കെ, ഇനി തേർഡ് ആംഗിൾ നോക്കാം. ലൈനിൽ പ്രൊട്രാക്ടർ ഫിക്സ് ചെയ്യുന്നു. സെന്റർ വെച്ചതിന് ശേഷം ഇപ്പൊ നമ്മുടെ ലൈൻ ഇരിക്കുന്നത് ഇങ്ങനെയാണ് അല്ലെ. അതുകൊണ്ട് തന്നെ ഈ ലൈൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഇവിടെ നിന്നുള്ള 0 എടുക്കാം. 0 to 75 ഡിഗ്രി വരുന്നതായിട്ട് കാണാം. 0 to 75 ഡിഗ്രി. ദാറ്റ് ഈസ് ഈ ആംഗിളിന്റെ മെഷർമെന്റ് എന്ന് പറയുന്നത് 75 ഡിഗ്രിയാണ്. ഇപ്പൊ നിങ്ങൾ ആദ്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ ഒരു മെഷർമെന്റും സൈഡിന്റെ മെഷർമെന്റോ ആംഗിളിന്റെ മെഷർമെന്റോ എടുക്കാതെ വെറുതെയാണ് ഒരു ട്രയാങ്കിൾ വരച്ചത്. അതിനുശേഷം ഞാൻ എല്ലാ മെഷർമെന്റും നോക്കിയതിനു ശേഷം കിട്ടിയത് 50 ഡിഗ്രി, 55 ഡിഗ്രി, 75 ഡിഗ്രിയാണ്. ഇനി ഈ 3 ആംഗിൾസിന്റെയും സമ്മ് കാണാം. 55 ഡിഗ്രി, 50 ഡിഗ്രി, 75 ഡിഗ്രി. 5 plus 5 10 ആണ്. 1 ബാലൻസ്. 7 plus 5 12. 12 plus 5 17. 17 plus 1 18. കിട്ടിയ മെഷർമെന്റ് എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. ദാറ്റ് മീൻസ് ഈ ട്രയാങ്കിളിന്റെ 3 ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ് കിട്ടി. ഇതുപോലെ എത്ര ട്രയാങ്കിൾസ് വരച്ചാലും ആ ട്രയാങ്കിൾസിന്റെ എല്ലാതും കൂടിയുള്ള ആംഗിൾ മെഷർമെന്റ് നോക്കി സം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 180 ഡിഗ്രി ആയിരിക്കും. ഇതിൽ നിന്ന് നമുക്ക് ജനറൽ ആയിട്ടൊരു കാര്യം മനസ്സിലാവും. എല്ലാ ട്രയാങ്കിൾസിന്റെയും ആംഗിൾ സം എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. ഓക്കെ, ഒരു ത്രികോണത്തിലെ കോണുകളുടെ അളവുകളുടെ തുക എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. അതിനു മുമ്പായി നമ്മൾ ആദ്യമായി പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി നമുക്ക് നോക്കാം. ആദ്യമായി നമ്മൾ പഠിച്ചത് ഒരു പെർപെൻഡിക്കുലർ ലൈൻ ആണ്. ഒരു സ്ട്രൈറ്റ് ലൈനെ വേറൊരു സ്ട്രൈറ്റ് ലൈൻ യൂസ് ചെയ്ത് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ മേക്ക് ചെയ്യുന്നതാണ് പെർപെൻഡിക്കുലർ ലൈൻ. ദെൻ പാരലൽ ലൈൻ എന്ന് പറയുന്നത് ഒരു സ്ട്രൈറ്റ് ലൈന് പാരലൽ ആക്കിക്കൊണ്ട് വേറൊരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ആ 2 സ്ട്രൈറ്റ് ലൈൻസും ഒരിക്കലും മീറ്റ് ചെയ്യുന്നില്ല എന്നും ആ 2 സ്ട്രൈറ്റ് ലൈൻസിന്റെ ഉള്ളിൽ വരുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എല്ലാവരുടെയും സെയിം ആണ് എന്നുമാണ് നമ്മൾ രണ്ടാമതായിട്ട് പഠിച്ചത്. മൂന്നാമതായിട്ട് പാരലലോഗ്രാം. ഒരു ക്വാഡ്രിലാറ്ററൽ തന്നെയാണ് പാരലലോഗ്രാം. അതായത് 4 സൈഡ്സും 4 ആംഗിൾസും വരുന്ന ഒരു ക്ലോസ്ഡ് ഫിഗർ ആണ്. പാരലലോഗ്രാമിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലും ഈക്വലുമാണ്. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആണ് എന്നുള്ളതാണ് നമ്മൾ പാരലലോഗ്രാം അഥവാ സാമാന്തരികത്തിലൂടെ കണ്ടത്. ദെൻ ഫോർത്തായി നമ്മൾ കണ്ടത് ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി. ഒരു ത്രികോണത്തിലെ അളവുകളുടെ തുക, കോണുകളുടെ അളവുകളുടെ തുക എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും 180 ഡിഗ്രിയാണ് എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഓക്കെ, താങ്ക് യു.